അല്ല, ജയ്സേട്ടനിൽ തുടങ്ങാലോ. അതാണ് പടത്തിന്റെ മുഖ്യ ആളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ജയ്സേട്ട തുടങ്ങിക്കോളൂ. ഇരുത്തമൊന്ന് നടന്നായതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷം ഞങ്ങളെ ഇങ്ങനെ ഒരു കാര്യത്തിൽ വിളിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും എത്തിയതിന്. ലൈഫിൽ ആദ്യമായിട്ട് ഒരു ടൈറ്റിൽ ക്യാരക്ടർ ഇത്രയും കാലം ആഗ്രഹം നടന്ന് അത് ജനങ്ങൾ ഏറ്റെടുത്തു, അല്ലെങ്കിൽ തിയേറ്ററുകൾ നന്നായി വന്നു, എല്ലാവർക്കും നല്ല അഭിപ്രായം കിട്ടി. അതിന്റെ വലിയൊരു സന്തോഷത്തിലാണ്. ആ സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാനും അതിനൊപ്പം നമുക്ക് ഈ സിനിമയ്ക്ക് തുടക്കം മുതൽ കൂടെ നിന്ന് അപ്പൊ ഞങ്ങളെല്ലാവരും തന്നെ ഇനി വരാനുണ്ട് ആളുകൾ ഷൂട്ടിംഗ് എത്താൻ പറ്റില്ലെങ്കിലും നമ്മളെല്ലാവരും ഇത് ഒരാളുടെ ഒറ്റയ്ക്കുള്ള പ്രയത്നമല്ലായിരുന്നു, ഞങ്ങളൊരു കൂട്ടായ പ്രവർത്തനമായിരുന്നു. ഇങ്ങനെ ഒരു ആഗ്രഹം വന്നുള്ളൂ, അല്ലെങ്കിൽ അതിനുവേണ്ടി നല്ല സബ്ജക്റ്റ് കിട്ടി, ഡയറക്ടർ അത് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളൊക്കെ ആദ്യം ഞങ്ങളുടെ പ്രൊഡ്യൂസറോട് നന്ദി പറയുന്നു. അബ്ദു മുസാഫിർ ഫിലിംസ് ആണ് അദ്ദേഹത്തിന്റെ മുസാഫിർ അബ്ദു എന്നാണ് അദ്ദേഹം ആദ്യമായി ചെയ്യുന്ന മൂവിയാണ്. പക്ഷെ എല്ലാ കാര്യത്തിനും ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്നെ പോലെ ഒരാളെ ലീഡ് ക്യാരക്ടർ വെച്ച് ഇങ്ങനെ ഒരു പടം ചെയ്യാനുള്ള മനസ്സ് കാണിച്ചതിനും കൂടെ നിന്നതിനും ഇപ്പോഴും ഒരുമിച്ച് കട്ടയ്ക്ക് എല്ലാ കാര്യത്തിനും നിൽക്കുന്നതിനും വലിയ സ്നേഹവും നന്ദി അറിയിക്കുന്നു. പിന്നെ ബാക്കി ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് സന്തോഷ കാര്യങ്ങൾ പറയാനുണ്ട്, അത് നരനും കൂടി എത്തിയിട്ട് പറയാം. ഞാൻ എന്തായാലും വിപിന് കൊടുക്കാം. നമസ്കാരം. വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഞങ്ങളിവിടെ എല്ലാവരും നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വലിയ വലിയ സിനിമകളുടെ കൂട്ടത്തിലാണ് നമ്മളുടെ ഈ ഗുമസ്തനെ ഇറങ്ങിയത്. ഈവൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പോലും നിങ്ങൾക്ക് പോലും ഞങ്ങൾ പടം നല്ലതാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പരിധിയിൽ കൂടുതലുള്ള പ്രതീക്ഷ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഞങ്ങളും ആ സിനിമയെ എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ വന്ന് ഒരു മോശമാവില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ കണ്ട ജനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകർ ഞങ്ങളോട് ഓരോ ദിവസവും വരുന്ന മെസ്സേജുകൾ, കോളുകൾ മാത്രമല്ല ഉള്ള തിയേറ്ററുകളിലേക്ക് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം, എറണാകുളത്ത് എല്ലായിടത്തും ഉറച്ചു ചെയ്തിട്ടുണ്ട്. ഈ വലിയ സിനിമകളുടെ ഇടയിൽ ഞങ്ങളും തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതിന് കാരണക്കാരായ നിങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സിനിമ ഈ ആളുകളുടെ അല്ലെങ്കിൽ വലിയ ബഹളത്തിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇനിയും ഒരുപാട് ആളുകളിലേക്ക് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് ഒരു സിനിമയുടെ വിജയം എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോയത്. അത് തന്നെയാണ് ആളുകളിലേക്ക് ഇനിയും എത്താറുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പല പല പടങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും അടുത്ത് ലാസ്റ്റ് ഇറങ്ങിയ ഭരതനാട്യത്തിലാണ് ഇപ്പോൾ OTT ഇറങ്ങിയിട്ട് ഭയങ്കര അഭിപ്രായം. ഗോളത്തിനുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ ഞാനിപ്പോൾ വിശേഷം കണ്ടിട്ട് ഞാൻ OTT കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഡയറക്ടർ വിളിച്ചിരുന്നത്. അപ്പം അതേപോലെ നമ്മൾ നേരിട്ട് അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. പക്ഷേ തിയേറ്ററിൽ കണ്ടിട്ട് പറയുന്നതും OTT കണ്ടിട്ട് പറയുന്നതും തമ്മിൽ രണ്ട് സന്തോഷത്തിൻ്റെ വ്യത്യാസമുണ്ട്. അത് മാത്രം മനസ്സിലാക്കുക. തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ഇനിയും ഈ സിനിമ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. താങ്ക് യു. ഈ സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രം, ഏറ്റവും ആളുകൾ എടുത്തു പറയുന്ന കഥാപാത്രം ഷാജു ചേട്ടൻ്റെയാണ്. അപ്പോൾ ഷാജു ചേട്ടൻ വിപിൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് വന്നു ചേർന്നാണ്. എല്ലാവരും ഈ നിമിഷവും നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു പ്രൊമോഷൻ ആണെങ്കിലും സിനിമ കാണുന്നതിലായാലും എല്ലാം ഞങ്ങൾ ഇപ്പോഴും അതേപോലെ ആ ടീം ഒരുമിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആ ഷൂട്ടിങ്ങിൻ്റെ സമയം മുതൽ ഈ നിമിഷം ഈ വിജയം പങ്കുവയ്ക്കാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ സമയം വരെയും ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ട് നമ്മൾ സിനിമയെ നോക്കിക്കണ്ട് അതുപോലെ പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ള ജെയ്സിൻ്റെ കാര്യമാണ്. ജെയ്സാണ് ആദ്യമായി ഈ സിനിമയുടെ, ഞാൻ ഫസ്റ്റ് ജെയ്സുമായിട്ട് ഇരിക്കുന്നത്, ഇങ്ങനൊരു വേഷം ചെയ്യണമെന്നും ഈ വേഷം നമ്മൾ തമ്മിൽ ഇങ്ങനെയുള്ള സീക്വൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പം നന്നായിട്ട് വരണമെന്നും പറയുമ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു ആ റോളെന്ന് പറയുന്നത്. അത് ചെയ്യാൻ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഈ ഗുമസ്തൻ്റെ പിന്നണിയിൽ നിറന്ന ഇത്രയും പേര് ഏറ്റവും മനോഹരമായിട്ട് അവരവരുടെ സ്പേസിൽ പെർഫോം ചെയ്തൊരു സിനിമയായിരിക്കും. അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളെ ഓരോരുത്തരുടെയും സപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓരോ അഭിപ്രായങ്ങളും മാത്രമാണ്. അതിൽ വലിയ സന്തോഷം ഞങ്ങൾ വളരെ മനസ്സ് തൊട്ട് സന്തോഷത്തോടുകൂടെ പറയണം. താങ്ക് യു എല്ലാവർക്കും, നന്ദി മാത്രം.
നിങ്ങളെല്ലാം വേണ്ട അതെ അതിൻ്റെ അല്ല, നിങ്ങളിരുന്നുകൊണ്ട് ഞാൻ എണീക്കാൻ പാടില്ലെന്ന് പറയാൻ പാടില്ല. ഓക്കെ, ബിബിൻ പറഞ്ഞൊരു പോയിന്റിലോട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പൊ ബിബിനാണെന്നുണ്ടെങ്കിലും ആദ്യ സിനിമ എഴുതുന്ന സമയത്ത് ഒരു വലിയൊരു താരനിര തന്നെ ബിബിന്റെ കൂടെ ഉണ്ടായിരുന്നു. അമർ അക്ബർ ആന്റോണി, ആന്റണി, അതുപോലെ തന്നെ ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് മമ്മൂക്ക എന്നുള്ള വലിയൊരു താരം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർ ഒരു ആർട്ടിസ്റ്റ് വരാതിരിക്കുമ്പോൾ നമ്മളൊന്നൊരു പടം നമ്മൾ തട്ടക്കേറ്റുമ്പോൾ കുറച്ച് നമ്മളൊരു വിശേഷമായിക്കോട്ടെ, ഭരതനാട്യം ആയിക്കോട്ടെ, ഭരതനാട്യം സൈജു നമ്മളൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഭരതനാട്യം ഒരു പരിധിവരെ മുങ്ങിപ്പോലുള്ള കാരണം ഹേമ കമ്മിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആഴ്ചയിലായിരുന്നു പടം ഇറങ്ങിയത്. പൊതുവെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും ആൾക്കാർക്ക് ഒരു വിരക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കുഞ്ഞു പടം ചെയ്തു, പഴഞ്ച പ്രണയം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അവസാനം അതിന്റെ പോസ്റ്റ് ഒട്ടിക്കൽ ഒഴിച്ച് ബാക്കി എല്ലാ പരിപാടിയും ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടും ആ സിനിമ ഞാൻ കണ്ണൂർ സ്കൂളിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് എല്ലാ ചാനലുകാരെയും ഇപ്പോൾ OTT-യിൽ ഏതൊക്കെ ചാനലുകാരുണ്ടോ അവരെല്ലാ പേരെയും വിളിക്കുക, മെയിൽ അയക്കുക, എന്തായി കണ്ടോ? അപ്പോൾ ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, കണ്ടിട്ട് വേണം മുകളിലോട്ട് കയറ്റി വിടാൻ. അപ്പോൾ മുകളിലോട്ടുള്ളവരെ വിളിക്കാൻ പറയും, താഴെ കണ്ടിട്ടില്ല, താഴെ മുകളിലുള്ളവരെ ഞങ്ങൾ കാണാൻ. അങ്ങനെ തിരിച്ചും തിരിച്ചും പറഞ്ഞില്ല. അത് ഒരു OTT പ്ലാറ്റ്ഫോം എടുക്കുകയും ചെയ്തില്ല. സെല്ലിംഗ് പോയി അവസാനം ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ടൊരു അപ്രോച്ചിലോട്ടെത്തി. ഞാൻ പറഞ്ഞു, ഇതൊന്നൊരു പേപ്പർ വ്യൂ എന്നുള്ളൊരു കൺസെപ്റ്റോട്ട് ഇട്ട് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അതും നടന്നില്ല. നല്ല സിനിമയാണ്, നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല, അതൊന്നും നടന്നില്ല. അങ്ങനെ അവസാനം അത് സൈന പ്ലേയിലാണ്. ആ സൈന പ്ലേയിൽ ആ പടം ഇറങ്ങിയതിനു ശേഷം ഇറങ്ങിയ അന്ന് മുതൽ മിനിമം ഒരു 10-15 ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് വന്ന് ആ ഇൻസ്റ്റാഗ്രാം മെസ്സേജസിന് സ്റ്റോറി ഇട്ടിട്ട് അങ്ങനെ അതുവഴി കുറെ മാർക്കറ്റ് ചെയ്ത് അങ്ങനെ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു കുഞ്ഞു സിനിമ, അത് അമൽ കെ ജോബിയുടെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു കാഞ്ഞ ബുദ്ധിയാണ്. അതൊരു കാര്യം അതോടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ജെയ്സ് എന്നുള്ള ഒരാളുടെ നടനേക്കാൾ ഉപരി ഒരു വ്യക്തി ഒരു സിനിമ അത് പ്രൊജക്റ്റാക്കി മാറ്റുക, പ്രൊജക്റ്റിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നതിനേക്കാൾ ഉപരി ആ സിനിമ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യുക, ഇന്ന തിയേറ്ററുകൾ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുക, അതിൻ്റെ ബിസിനസ് തലത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക. വളരെ വളരെ ശ്രമകരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തില്ല. നമ്മൾ എത്രയോ പേരുടെ ഒരു അധ്വാനമാണ്. നമ്മൾ 4 മുറിക്കകത്തൊരു ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, മറ്റേ കയറി പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടത് ചെയ്യാൻ പാടില്ലെന്നല്ല. പക്ഷെ ഞാൻ പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് വളരെയധികം വിഷമം തോന്നും. എത്രയോ മേക്കേഴ്സ് നിങ്ങളുടെ തന്നെ, ഇപ്പോൾ മീഡിയക്കാരുടെ തന്നെ നമുക്ക് വളരെ പരിചിതമായ പല സുഹൃത്തുക്കളും, ചേട്ടാ ഞാനോ കാര്യം സെറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒന്ന് കംപ്ലീറ്റ് ആക്കി ഞാൻ കഥ കേൾക്കാൻ പറ്റും. എനിക്ക് വരുന്ന എല്ലാ ഇടത്തെയും കഥകൾ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരെ കഥകൾ കേൾക്കാറുണ്ട്. പറ്റാവുന്ന സജഷൻസ് എനിക്ക് അറിവുള്ള പോലെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് റെഫറൻസ് ആയിട്ടുള്ള സിനിമകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അത്രമാത്രം ഒരു വലിയൊരു ആർട്ട് ഫോമാണ്. അപ്പോൾ അത് ഭയങ്കര എളുപ്പത്തിൽ അതിനെ തച്ചുടയ്ക്കുന്ന കാണുമ്പോൾ പലപ്പോഴും വിഷമം വരാറുണ്ട്. അതോടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഞാൻ ജെയ്സിനും കൊടുക്കും, അതുപോലെ തന്നെ അമൽ കെ ജോബിക്കും കൊടുക്കും. വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും അതുപോലെ തന്നെ പറഞ്ഞ് നമ്മൾ ധരിപ്പിക്കാനും നല്ല കഴിവുള്ളൊരു മനുഷ്യനാണ് ഇയാൾ. ഇനി ഒരുപാട് നല്ല തിരക്കഥകൾ ഇയാൾക്ക് നിന്നുണ്ടാവും, നല്ല സംവിധാന സംരംഭങ്ങളുണ്ടാവും. ജെയ്സിന് ഒരുപാട് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് ജെയ്സിൻ നന്നായിട്ട് ഒരുപാട് ഏരിയയിൽ, കാരണം നിങ്ങളത് കാണുന്ന പോലെ പടം കാണുമ്പോൾ മനസ്സിലാവും, വളരെ പരിമിതമായ ലൊക്കേഷൻസിൽ, എന്നാൽ അതിൻ്റെ യാതൊരു തോതിലുള്ള പരിമിതികളിൽ നമ്മളെ അറിയിക്കേണ്ട തന്നെ മനോഹരമായിട്ട് സിനിമാറ്റോഗ്രാഫർ കുഞ്ഞുണ്ണി മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ വലിയൊരു ടെക്നിക്കൽ ടൂൾ എഡിറ്റർ അയ്യൂബ് ഖാൻ, ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് ബിനോയ്, അതുപോലെ തന്നെ സ്റ്റീവൻ ദേവസി, ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ പറ്റാവുന്ന പോലെ നമ്മുടെ അവിടെ ആ ക്രൂവിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും നമ്മൾ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അലക്സി കുര്യൻ, അങ്ങനെ മഞ്ജു ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെ മഞ്ജുവിനെ നമ്മൾ ക്യാരക്ടർ ചെയ്യിച്ചാണ്. മഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ സ്മിനു ഒന്നും ഉണ്ടാവില്ലായിരുന്നു, എന്തോ ഭയം കൊണ്ട്. അപ്പൊ അത് മഞ്ജു ഒന്നും ഇല്ലാത്തത് നല്ല കാര്യം, അത് സ്മിനുവിന്റെ തൊപ്പി തെറിച്ചാണ്. അങ്ങനെ അല്ല, അതൊക്കെ ഞങ്ങൾ വരുത്തിക്കോളാം, അതൊക്കെ ഞങ്ങൾ വരുത്തും. അപ്പൊ അങ്ങനെ എല്ലാ തോതിലും ഒരു സിനിമ അങ്ങനെയല്ല അല്ല നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രയത്നം ഒരു സിനിമയിൽ എടുക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബിബിൻ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങൾ അത് ഓർമ്മയായി കാണുമ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇതിപ്പോ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പരിപാടികൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതർ ലാംഗ്വേജ് റൈറ്റ്സിന്റെ കാര്യങ്ങൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. സത്യമായിട്ടും നിങ്ങളോട് ഇന്ന് നമ്മുടെ പടം സക്സസ് ആയത് മാത്രം പറയാനല്ല നിങ്ങൾ എല്ലാവരും വിളിച്ചത്, ഒരു വലിയൊരു സന്തോഷം നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കാനാണ്. അത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഡയറക്ടർ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി. അല്ല, വെയിറ്റ് ചെയ്യുന്ന. അതെ,
അല്ല, പടത്തിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ബിനോയുടെ ഒരു മ്യൂസിക്കാണ്. റീ റെക്കോർഡിംഗ് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തത്. ഈ പടത്തിന്റെ ഏറ്റവും വലിയ സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നത് അവിടെ നിന്നായിരുന്നു. അതിനുശേഷം ബാക്കിയല്ല, കാരണം അത്രത്തോളം ഇത്രയും നമ്മൾ ശരിക്കും പറഞ്ഞ പ്രതീക്ഷ അല്ല അത്രയും. കാരണം ഒരു പുതിയ നമ്മളെ പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ ഇവര് പ്രതീക്ഷിച്ചിരുന്ന ആദ്യം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുതിയ ആൾക്കാരാണ് ഓക്കെ ചെയ്ത് എത്രത്തോളം വരുമെന്നുള്ളത് നമ്മളൊക്കെ വലിയ ആശങ്കയിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ബിനോയ് ഗംഭീരമായിട്ട് ചെയ്തു. ബിനോയ് ഒരു 2 വാക്ക് സംസാരിക്കുക, കീബോർഡിൽ വായിച്ചാലും മതി. ഇത്രയും വലിയൊരു അവസരം ലഭിച്ചതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഫീൽഡിൽ കുറേ മിറാക്കിൾസ് സംഭവിച്ചിട്ടുണ്ട്. ഇത് തന്ന ഈ ഒരു ചാൻസ് തന്നെ ആദ്യം ജയ്സേട്ടനോട് നന്ദി പറയുന്നത്. ജയ്സേട്ടന് കണ്ടുമുട്ടിയ കാര്യം പറയുകയാണെങ്കിൽ അത്രയും അത്ഭുതകരമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ സിറ്റുവേഷനിലാണ് കണ്ടുമുട്ടിയത്. അല്ല ജയ്സേട്ടൻ മുമ്പിൽ ഞാൻ മുമ്പ് ചെയ്തിരുന്ന കുറച്ച് സോങ്സ് പ്ലേ ചെയ്യേണ്ട ഒരു അവസരം വരുന്നുണ്ട്. ജയ്സേട്ടൻ നോക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കുറെ കണ്ടിട്ടുണ്ട്, ഞാനും പറയുന്നു കുറെ കണ്ടിട്ടുണ്ട്. അതിന് ജയ്സേട്ടൻ 4ാമത്തെ സോങ്ങിൽ ഈ ഫിലിമിലെ ജയ്സേട്ടൻ്റെ പോർഷനിൽ വരുന്ന തീം മ്യൂസിക് ജയ്സേട്ടനാണ് അവിടുന്ന് പിക്ക് ചെയ്യണത്. നേരത്തെ റോണി ചേട്ടൻ പറഞ്ഞു ജയ്സേട്ടൻ ഇതിനു വേണ്ടി പ്രയത്നിച്ച് പല സിറ്റുവേഷൻസ് കാണുമ്പോൾ ജയ്സേട്ടൻ അഭിനയിക്കുക മാത്രമല്ല എല്ലാ തരത്തിലും പുള്ളി എങ്ങനെ ഇത് മുൻകൂട്ടി കാണുന്നത് വരെ ഞാൻ എത്തിക്കൊണ്ട്. അത് കഴിഞ്ഞിട്ട് തന്നെ അമൽ ചേട്ടൻ കണ്ടതിന് ശേഷം എനിക്ക് മോർ ദാൻ 10 കമ്പോസേഴ്സിന് നോക്കിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഈ 2 പേരും ഇതിൻ്റെ നിർമ്മാതാവായ നമ്മുടെ അബ്ദുക്കയുടെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ, അബ്ദുക്ക ഇതിൻ്റെ അവസാനം അബ്ദുക്കയുടെ ടൈറ്റിൽ ആ ട്യൂൺ ആ തീം വന്നതിന് ശേഷമാണ് അബ്ദുക്ക കൺവിൻസ് ആയിട്ട് സന്തോഷപൂർവ്വം എന്നെ ചേർത്ത് പിടിക്കണത്. അതുവരെ അബ്ദുക്ക പറയും ഇത് പോരാ, ഇതൊന്നും കൂടി ശരിയാവണം അബ്ദുക്ക എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവസാനം അബ്ദുക്ക എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതുവരെ ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും മോട്ടിവേഷൻ തന്നൊരു ടീം. വളരെ ക്ലോസ് ഫ്രണ്ടാണ് ജെയ്സിൻ്റെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണത്. ഇപ്പോൾ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ആണ് ഞാൻ ഈ പടത്തിൽ ഇൻവോൾവ് ആയത്. ഗസ്റ്റ് റോൾ ആണെന്ന് പറഞ്ഞു, 2-3 ഷോട്ട്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. പടം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒന്ന് പ്രോബബ്ലി ഞാൻ ചെറിയൊരു ജസ്റ്റ് 2-3 ഷോട്ട്സ് മാത്രമായതുകൊണ്ട് മൊത്തം സ്ക്രീൻ പ്ലേ കേൾക്കാതെ ചെയ്തൊരു സിനിമയാണ്. കഥ മനോഹരമായി പറഞ്ഞു, അതിലും മനോഹരമായ ഒരു മേക്കിംഗ് ആയിരുന്നു. സോ ഒറ്റവാക്കിൽ പറഞ്ഞാൽ സിനിമ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. മെയിൻലി എനിക്ക് തോന്നുന്നു ഇവിടെ പലവരും ജെയ്സിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ജെയ്സിനെ കുറിച്ച്, ജെയ്സിൻ്റെ പാസ്റ്റ് ഇവർക്ക് അറിയോ? കുറച്ച് അറിയോ? ഇല്ല, അറിയില്ല. പറയണോ? വേണ്ട. ഓ എന്തുവേണമെങ്കിലും പറയാം. മറ്റേ ബോംബെ അതുരോഗ കേസ് ബാക്കിയൊക്കെ പറഞ്ഞു. അല്ല, ജെയ്സിനെ ആക്ച്വലി ഞാൻ ദുബായിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. വളരെ സക്സസ്ഫുള്ളായ ഒരു ബിസിനസ് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജെയ്സ്. അതിനിടയിലാണ് ജെയ്സിന് സിനിമാ മോഹം വരുന്നത്. ജെയ്സ് വളരെ ആരും ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ബിസിനസ് അവിടെ നിർത്തിവെച്ച് നാട്ടിലേക്ക് വന്ന് ഫാമിലിയോടുകൂടി നാട്ടിലേക്ക് വന്ന് വടക്കാഞ്ചേരി സെറ്റിൽ ചെയ്ത് സിനിമാ മോഹത്തിൻ്റെ പിന്നിൽ, സിനിമയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയ ഒരു കക്ഷിയാണ് ഈ ജെയ്സ്. ആരും ചെയ്യാത്തൊരു കാര്യമാണത്. സോ അത് എത്രയോ വർഷങ്ങളായി പല പടങ്ങളിലും അഭിനയിച്ചു. ജെയ്സിൻ്റെ തുടക്കം മുതൽ ഞാനും പല സുഹൃത്തുക്കളും ഞങ്ങൾ വി ആർ വെരി ഹാപ്പി ഫോർ ജെയ്സ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നൗ ദാറ്റ് ഒരു പ്രോജക്റ്റ് എല്ലാം ഡിസൈൻ ചെയ്ത് ജെയ്സ് തന്നെ ലീഡായിട്ടുള്ള ഗുമസ്ത് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നു. സോ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾ പല ഫ്രണ്ട്സിനും വി ആർ ഏബിൾ ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ജെയ്സിൻ്റെ ഞങ്ങൾ 2018 ജെയ്സ് പെർഫോം ചെയ്യുമ്പോൾ പടത്തിൻ്റെ അവസാനം ഞങ്ങളുടെ സീനിലാണ് തീരുന്നത്. അപ്പോൾ ജെയ്സിൻ്റെ ഓരോരോ സ്റ്റെപ്പും സുഹൃത്തുക്കളായി ഞങ്ങൾ പലവരും ഞങ്ങൾ വളരെ സന്തോഷം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഗുമസ്തൻ കണ്ടപ്പോഴും വളരെ സന്തോഷം തോന്നി. ആൻഡ് മീഡിയയുടെ സപ്പോർട്ടും ഐ ക്യാൻ സീ ദാറ്റ്. സോ ഐ എം വെരി ഹാപ്പി ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ആൻഡ് ഇതിൻ്റെ ഓരോ ആക്ടേഴ്സും ഇതിൽ ലൈക്ക്
ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂ ആണെങ്കിലും ശരി, ആക്ടിങ് ആണെങ്കിലും ശരി, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തൊരു സിനിമയാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ സിനിമയ്ക്ക് വേണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ക്യാമറകൾ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിപ്പം എന്താ, നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള പല പടങ്ങളുടെയും പ്രസ് മീറ്റിൻ്റെയൊക്കെ വീഡിയോസും അല്ലെങ്കിൽ ലൈവ് പോകുന്നതൊക്കെ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും നമ്മൾ അവിടെ ഇരുന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഇത്രയും ക്യാമറ ഇരുന്നത് കുറേ ഗണ്ണൊക്കെ ഫ്രണ്ടിലേക്ക് തീരാണ്ടിരിക്കുക. നല്ല ടെൻഷനുണ്ട്, അതിലൊരു നല്ല സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ പടം കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായി. കുറേ പടങ്ങളുണ്ടായിരുന്നു. അതായത് ഓൾറെഡി കിഷ്കിന്ദകാന്ഡവും ARM ഒക്കെ ഭയങ്കര ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോഴും നല്ല കളക്ഷൻ ആ പടങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 8 സിനിമകളാണ്, 8 സിനിമയാണ് റിലീസായത്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ചെറിയൊരു സംരംഭം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലുണ്ടായ ഒരു സിനിമ റിലീസായപ്പോൾ അത് എങ്ങനെ എടുക്കും പ്രേക്ഷകർ, അല്ലെങ്കിൽ ഈ പടങ്ങൾക്കിടയിൽ മുങ്ങിപ്പോകുന്ന ഒരു ടെൻഷനും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പടം കണ്ട പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ഒരു വിജയത്തിലേക്ക് എത്തിക്കുകയും കുറേ മെസ്സേജുകളും കുറേ ഫോൺ കോൾസും ഇതെല്ലാം വരുന്നുണ്ട്. പടത്തെ പറ്റി പറയുകയും അപ്രീസിയേഷൻസും കുറേ വരുന്നുണ്ട്. കുറേ എനിക്കുൾപ്പെടെ നമ്മുടെ ഫുൾ ടീമിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഇത് ഇത്രയും ലെവലിലേക്ക് ആൾക്കാർ ഏറ്റെടുക്കും അല്ലെങ്കിൽ ഇത്രയും അഭിപ്രായങ്ങൾ ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു മോശം സിനിമയാവത്തില്ല, ഒരു തരക്കേടില്ലാത്തൊരു സിനിമയാവും, ഒരു മിനിമം ഗ്യാരണ്ടി സിനിമയായിരിക്കും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിലുപരി അതിനപ്പുറത്തേക്ക് പ്രേക്ഷകർ കൊണ്ടുപോയപ്പോൾ ഒരു ഇരട്ടി മധുരം എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. പിന്നെ ഈ പറയുന്ന ഈ ഇരിക്കുന്ന ഇരിപ്പ് ഇതെല്ലാവരും നമ്മുടെ ലൊക്കേഷനിലാണെങ്കിൽ ഈ ഒരു കൂട്ടായ്മയും അതിലുള്ളത് എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് അന്ന് തൊട്ടേ നമ്മൾ തുടങ്ങിയത്. അന്ന് തുടങ്ങി അതേ എല്ലാവരും ഇപ്പോൾ അവസരം പടം ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ഇപ്പോൾ ഐക്യത്തോടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ വലിയൊരു സന്തോഷമാണ്. പിന്നെ ഇനിയിപ്പം കുറച്ച് എന്താ പറയുക, ഈ നമ്മൾ പ്രതീക്ഷിക്കപ്പുറത്തേക്ക് പടം വിജയിച്ചപ്പോൾ ഉണ്ടായ കുറച്ച് ഡെവലപ്മെന്റ്സ് പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ കുറേ സന്തോഷ വാർത്തകൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. അതിപ്പോൾ വഴി ഇപ്പോൾ നമ്മളിപ്പോൾ അത് പിന്നെ തീർച്ചയായും 100%. അല്ല 100%. കാര്യം വെച്ചാൽ നമ്മൾ ഈ സിനിമ ആക്ച്വലി ഇപ്പോൾ ജയ്സേനെ എനിക്ക് നേരത്തെ പരിചയം. ജയ്സേനെ ഒരു ഇന്റിമേറ്റ് സുഹൃത്താണ്. അപ്പം പുള്ളിയാണ് ആക്ച്വലി സബ്ജക്റ്റ് ആദ്യം കേൾക്കുന്നത്. നമ്മുടെ റിയാസാണ് സ്ക്രിപ്റ്റ്. റിയാസാണ് ആക്ച്വലി ജയ്സേന്റെ കഥ എന്ന് പറയുന്നത്. ജയ്സേട്ടൻ കഥ കേട്ടിട്ട് എന്നെ വിളിക്കുകയുണ്ട്. അപ്പോൾ അമലൊരു കഥ കേട്ടിട്ടുണ്ട്, നല്ല കഥയാണ്, ഒന്ന് കേട്ട് നോക്കാം, നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം എന്നൊക്കെ പറയാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ആരും ഇല്ലായിരുന്നു. നമ്മൾ പ്രൊജക്ട് ഉണ്ടാക്കാന്നുള്ളൊരു ഗട്ട് ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ അന്ന് ഞങ്ങൾ കഥ കേട്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളെല്ലാം ഒരു ടീമായിട്ട് ഇരുന്ന് കഥ കേട്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി, വർക്കൗട്ട് ആകുന്ന ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ തോന്നി. അങ്ങനെ ഇപ്പോൾ അടുത്തൊരു ഓപ്ഷൻ, അടുത്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നേരത്ത് നമ്മൾ പല ആൾക്കാരെ നമ്മൾ സമീപിച്ചു, പല ആൾക്കാരെ നമ്മൾ സംസാരിച്ചു, പലരോടും നമ്മൾ ഈ പ്രൊജക്റ്റ് പിച്ച് ചെയ്തു. അപ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റലൈറ്റ് വാല്യൂ ഒരു ആർട്ടിസ്റ്റ് വേണം, ഒരു ഹീറോ വേണം, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഭയങ്കര ലെവലിലേക്ക് കാസ്റ്റിംഗ് ഒക്കെ എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ പക്ഷേ ഒരിക്കലും നമുക്ക് കണ്ടു പറ്റും. കാരണം ഈ പ്രൊജക്റ്റിൽ നമ്മൾ ആ കഥ കേട്ടപ്പോഴും റൈറ്റർ റിയാസിനെ ഇപ്പോൾ എനിക്കാണെങ്കിലും ആ ക്യാരക്ടർ, സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു, കുറേ ട്രൈ ചെയ്തു. അങ്ങനെ എന്തോ ദൈവത്തിന്റെ പുറത്ത് നമുക്ക് അവസാനം പിന്നീട്ടൊരു മുത്താണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ അബ്ദുള്ള. പുള്ളി ഇദ്ദേഹം മലപ്പുറംകാരനാണ്, ആദ്യമായിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ കഥ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ കഥ ഞങ്ങൾ ആദ്യം പറയുന്നത് ഒരു ഫോറസ്റ്റിൽ ഇരുന്ന കഥ പറയുന്നത്, അല്ല എന്തുപോയി മലപ്പുറത്തൊരു ഫോറസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഹൊറർ മൂഡിൽ കാട്ടിരുന്ന കഥ പറയുന്നത്. അതെ. അപ്പൊ അന്ന് പുള്ളി കഥ കേട്ട ഉടനെ ഇത് ചെയ്യാമെന്ന് പറയുകയും പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി തോന്നി. അപ്പം അന്ന് മുതൽ പുള്ളി വരുന്ന സപ്പോർട്ടുണ്ട് ഞങ്ങൾക്ക്. കാരണം ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പുള്ളി, അതായത് നമ്മളെ വിശ്വസിച്ച് ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പുള്ളി മുന്നോട്ട് വരികയും അന്ന് മുതൽ ഡേ ബൈ ഡേ ഇതിന്റെ ഓരോ കാര്യങ്ങൾക്കായിട്ട് പുള്ളി നമുക്ക് കട്ട സപ്പോർട്ട് നമ്മൾ ഈ നിമിഷം വരെ ഇപ്പോഴാണേലും എന്താ പറയുന്നത്, ഒരു എല്ലാ കാര്യങ്ങൾക്കും പുള്ളി എന്ത് കാര്യം പറഞ്ഞാലും അതെ പ്രൊമോഷൻ എന്ത് കാര്യമായാലും പുള്ളി കൃത്യമായിട്ട് പുള്ളി നമ്മളെ ചെയ്ത് സപ്പോർട്ട് ചെയ്തൊരു എന്താ പറയുക, ഒരു പടം കഴിഞ്ഞിട്ടും നമ്മളോട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന കട്ട സപ്പോർട്ട് പ്രൊഡ്യൂസർ നിൽക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ മാത്രമല്ല ഒരു സിനിമയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ എന്ത് ഇപ്പോൾ ലൊക്കേഷനാണെങ്കിൽ പോലും ഷൂട്ടിനാണെങ്കിലും എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറയുടെ ഒരു ലെൻസ് വേണം, അല്ലെങ്കിൽ ഇന്നൊരു സാധനം വേണം, ലൊക്കേഷൻ നമുക്ക് ആ ലൊക്കേഷൻ വേണമെന്ന് പറഞ്ഞാൽ അത് സിനിമയുടെ ക്വാളിറ്റിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി തയ്യാറായ പൈസ എത്ര പൈസയിലും കുഴപ്പമില്ല നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞ് നമ്മളിവിടെ കട്ടയ്ക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഗുമസ്തൻ ഇത്രയും ഒരു എന്താ പറയുക, നമുക്ക് ഒരു പ്രതീക്ഷ പോലെ നമുക്ക് ചെയ്ത് ചെറിയ പടമാണെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് എത്തിക്കാൻ പറ്റിയത്. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും അബ്ദുമായിട്ട് നമുക്ക് പറഞ്ഞാൽ തീരാത്തൊരു നന്ദി. നമ്മളുടെ ഈ പടം തുടങ്ങി ഇതിൻ്റെ പൂജയുടെ ദിവസം അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡ്യൂസറോട് പറഞ്ഞു മുമ്പിൽ വരണം. അദ്ദേഹം പറഞ്ഞു ഇല്ല, ഞാനിപ്പോൾ വരുന്നില്ല, ഞാൻ ഇപ്പോൾ പിന്നിലാണ്, എനിക്ക് ഉറപ്പുള്ളൊരു ദിവസം ഞാൻ ആദ്യമായിട്ട് മീഡിയയുടെ മുമ്പിൽ വരുന്നതാണ് പറഞ്ഞത്. അത് ഞങ്ങളുടെ പ്രൊമോഷൻ ഇത്രയും ചാനലുകൾ വന്ന് നമ്മൾ പ്രൊമോഷൻ നടത്തി നമ്മുടെ പ്രൊഡ്യൂസർ മുമ്പിൽ വന്നില്ല. അദ്ദേഹം ഇതിനകത്ത് നല്ല ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അദ്ദേഹം ഒന്നിനും വന്നില്ല. അങ്ങനെ പുള്ളി ആദ്യമായി ഇന്ന് മീഡിയയോട് സംസാരിക്കുന്ന ദിവസമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ എല്ലാവർക്കും നമസ്കാരം.
ഗുമസ്തൻ എന്നൊരു സിനിമ ശരിക്ക് പിന്നെ ഇതൊരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. കൂട്ടത്തോടെ നമ്മളെല്ലാവരും കൂടിയിട്ട് എല്ലാവരും പാടെ ഒരു പിന്നെ ഒരു എന്തായിക്കോട്ടെ, എന്തൊരു പ്രൊജക്റ്റാണെങ്കിലും അത് കൂട്ടത്തോടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വിജയിക്കും എന്നതിൻ്റെ ഒരു തെളിവാണ് ഗുമസ്തൻ എന്നൊരു സിനിമ. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. കൗണ്ടർ അടിക്കരുത്. എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് ഈ പടത്തിൻ്റെ റൈറ്റർ. അപ്പോൾ ഞാനും ജയ്സേട്ടനും ഒരേ നാട്ടുകാരാണ്, പാലക്കാടുകാരാണ്. അപ്പോൾ ഞാൻ ഈ കഥ എഴുതിയിട്ട് ജയ്സേട്ടനോട് തന്നെ ആദ്യമായിട്ട് പറയാൻ ചെല്ലുമ്പോൾ, ഞാൻ കയറി ചെല്ലുമ്പോൾ ജയ്സേട്ടൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു ചെറിയ ചാരുകസേരയുണ്ട്. ഞാൻ കയറി ചെല്ലുമ്പോൾ ഒരു മംഗലശ്ശേരി നീലകണ്ഠൻ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ചെന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കണ്ടെത്തി, അമല പറഞ്ഞു ഞങ്ങൾ ജയ്സേട്ടനെ കണ്ടു. അതങ്ങനെയല്ല, ഞാൻ ചെന്ന് ഈ കഥ പറയുമ്പോൾ ഇതിനകത്തെ ഷാജുവേട്ടൻ ചെയ്യേണ്ട ക്യാരക്ടറാണ് ജയ്സേട്ടൻ ചെയ്യേണ്ടത്. ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജയ്സേട്ടൻ എന്നെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി, ഇതിൽ ഞാൻ ആ പോലീസുകാരനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എന്നെ ഗുമസ്തനാക്കുമെങ്കിൽ ഞാൻ ഈ പടം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു സെക്കൻഡ് ഞാനിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു, അപ്പം എൻ്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ സിനിമയിൽ ഇന്ന് വരെ വില്ലനായിട്ട് കണ്ടിട്ടുള്ള ഒരാൾ തന്നെ അത് വേണമെന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ ചേട്ടൻ ആയാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചേട്ടനെ വെച്ച് ആര് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യും എന്ന് ഞാൻ ചോദിച്ചു. അത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 മാസം എടുത്തെന്ന് തോന്നുന്നു അമലിൻ്റെ കാര്യം എന്നോട് പറയാം. അത് കഴിഞ്ഞ് അമലിൻ്റെ അടുത്ത് പോയി. അമൽ പറഞ്ഞു ജയ്സേട്ടൻ ഓക്കെയാണ്, കുഴപ്പമില്ല, അപ്പോൾ നമുക്കൊരു നിർമ്മാതാവായിരിക്കും പ്രശ്നമെന്ന് പറഞ്ഞു. അതിലും ജയ്സേട്ടൻ അവിടെ നിന്ന് തുടങ്ങിയ യാത്ര ഇതിനകത്ത് PRO വർക്ക് ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്തിരിക്കുന്നത് ജയ്സേട്ടനാണ്. സത്യം പറയാൻ നമുക്ക് ടൈറ്റിൽ ജെയ്സൺ ജോസ് മാത്രം എഴുതിയാൽ മതിയായിരുന്നു, ബാക്കി എല്ലാം ജയ്സേട്ടനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡബ് ചെയ്തിട്ടില്ലേ, സ്മിനി ചേച്ചിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട് ജയ്സേട്ടൻ. അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് അമലിനോടാണ്. കാരണം അമലൊരു റൈറ്റർ ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു പുതിയ മുഖം എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഒരു കൊമേഴ്സ്യൽ എലമെന്റ്സ് ചേർക്കുന്നതിലുണ്ടായിരുന്ന കുറേ മിസ്റ്റേക്സ്, കാര്യങ്ങൾ ഒരു സ്ക്രിപ്റ്റിൽ 100% ഇൻവോൾവ് ചെയ്ത് ഒരു നല്ല കൊമേഴ്സ്യൽ സിനിമ എങ്ങനെ മേക്ക് ഓവർ ചെയ്യണമെന്ന് അമൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എത്ര പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ അമലിൻ്റെ റൈറ്റിംഗ് അത് എനിക്കൊരു വലിയൊരു ഹെൽപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൂട്ടായ്മയാണ്. ഇതിനകത്ത് ഒരാൾ മാത്രം എന്തെങ്കിലും ചെയ്തു എന്ന് അവകാശപ്പെടാനേ പറ്റില്ല. എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ്, ഇൻക്ലൂഡിങ് ഷാജുവേട്ടൻ. കഥ കേൾക്കാമെന്ന് ഷാജുവേട്ടൻ വരെ എനിക്കൊരു സീന് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനൊരു സീന് വേണം, ശരി എന്നാൽ ഷാജുവേട്ടന് വേണ്ടി ഇങ്ങനൊരു സീന്. അങ്ങനെ ഒരുപാട് എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് ഈ സ്ക്രിപ്റ്റിലുണ്ട്. അപ്പൊ ഞാൻ നിന്റെ കാര്യം എനിക്ക് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല. നീ പറയാത്തോണ്ട് നിന്റെ 2 സീൻ പോയി. അങ്ങനെ എല്ലാവരുടെയും കൂടെ കൂട്ടായ്മ. അപ്പൊ ഞാനും അമലും ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഒരു വലിയ ബിഗ് സിനിമ എന്നല്ല, ഒരു ചെറിയ സിനിമ. അപ്പൊ പ്രൊഡ്യൂസർ സംരക്ഷിക്കപ്പെടുന്ന തരത്തിൽ അത്രയും ചെറിയൊരു ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ഒരു സിനിമ ചെയ്യാം, എല്ലാവരും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും, ആരും മോശം പറയാത്തൊരു സിനിമ ചെയ്യാം എന്നൊരു ഉറപ്പ് മാത്രമേ ഞങ്ങൾ ഈ സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആരും കണ്ടിട്ട് മോശം പറയില്ല എന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് ആദ്യം മുതലേ ഉണ്ട്. പക്ഷേ ഇന്ന് ഈ നിമിഷം ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നു. കാരണം ഒരു കൊമേഴ്സ്യൽ സിനിമ എന്താണ്, ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടിയത് ഈ സിനിമയുടെ വിജയം കണ്ടപ്പോഴാണ്. അപ്പോൾ ഇതിന് പ്രേക്ഷകരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. അത് ഈ അവസരം ഉപയോഗിച്ച് ഞാൻ എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയുന്നു. നന്ദി. അപ്പോൾ നമുക്കിതിനകത്ത് പറയാനുള്ള ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ചെറിയ സിനിമയായിട്ട് ഇത് തുടങ്ങി ദൈവം സഹായിച്ച് നല്ലപോലെ ആൻഡ്രൂ ചേട്ടനെ പോലെ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആൻഡ്രൂ ജോസഫ് പ്രൊഡക്ഷൻ നമുക്ക് വിതരണത്തിനെടുത്തു. നല്ല രീതിയിൽ നമുക്ക് തിയേറ്ററിൽ കിട്ടി. അത് ജനങ്ങൾ ഇതുപോലെ നന്നായി ഏറ്റെടുത്തു ഈ സിനിമ. ആ സന്തോഷത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഇന്നലെയും ഇന്നൊക്കെയായിട്ട് കുറച്ച് സന്തോഷ വാർത്തകൾ കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളിത് വിളിച്ചത്. നമ്മുടെ പടത്തിൻ്റെ വേൾഡ് വൈഡ് റൈറ്റ്സ്, ഇന്ത്യക്ക് പുറത്തുള്ള വേൾഡ് വൈഡ് റൈറ്റ്സ് എല്ലാം തന്നെ സമത് ട്രൂത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ, സമത് ട്രൂത്താണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അവരുടെ ആ സന്തോഷ വാർത്ത ഞങ്ങളിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. അതായത് നമ്മുടെ ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ടീമിൽ ഇവരായ സമത് ട്രൂപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഞങ്ങളുടെ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സപ്പോർട്ടാണ്. അതിന് അവരോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നിങ്ങളെ ഈ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുകയാണ്. അതിനോടൊപ്പം നമ്മുടെ കന്നഡ റൈറ്റ്സ് രാജ് പി ഷെട്ടിയുടെ ഗ്രൂപ്പായ
ലൈറ്റർ ബുദ്ധ ഫിലിംസ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ് റൈറ്റ്സ് മണി സിനി വേൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ലൂസിഫർ അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഇങ്ങനെ ഒരുപാട് ആവേശം ഇപ്പോൾ നമ്മുടെ ഇഷ്ടം അവർ എടുത്തിരിക്കുന്നത്. അതിനെല്ലാം ശേഷം അവർ നമ്മുടെ പടമാണ് തമിഴ് റൈറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. ആ സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് കൂടിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ തുടക്കം തൊട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ഈ സിനിമ നമ്മൾ വിചാരിച്ച പോലെ പോകുകയാണെങ്കിൽ അതെങ്കിൽ സിനിമ കാണുമ്പോൾ അറിയാം നിർത്തുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു സ്പേസിലാണ് നിർത്തിയിരിക്കുന്നത്. ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ആഗ്രഹം കൂടി ഞങ്ങൾ ഇന്ന് അനൗൺസ് ചെയ്യാണ്. ആ ഡയറക്ടർ പറയും. അതായത് ഈ സിനിമ എത്ര പേര് നിങ്ങൾ കണ്ടു എനിക്ക് അറിയത്തില്ല, പക്ഷേ ഈ പടം കാണുന്ന ടൈലൻഡിൽ ഒരു സെക്കൻഡ് പാർട്ട്, ഒരു സീക്വൽ, ഒരു ലീഡ് ഇട്ടിട്ടാണ് പടം നിർത്തുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഈ പടം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഉടനെ ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം ആ സീക്വലിൽ ശരിക്കും പറഞ്ഞാൽ ടൈലൻഡിൽ വന്ന് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു ക്യാരക്ടർ നരേൻ ബ്രോയുടെ ക്യാരക്ടറാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ എൻട്രിയും പ്രസൻസും അല്ലെങ്കിൽ ആ വരവും ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ഭയങ്കരമായിട്ടൊരു എനർജി തന്നൊരു പരിപാടിയാണ്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പ്രൊഡ്യൂസറോട് സംസാരിച്ച് എല്ലാവരുടെയും ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷം അദ്ദേഹം ഇന്നലെയായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടനെ ചെയ്യാം. അപ്പോൾ അത് ഒഫീഷ്യലി നമുക്ക് ഇവിടെ അനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗുമസ്തൻ 2 ഉടനെ നമ്മൾ തുടങ്ങാനുള്ള ഒരു പരിപാടി, ഒരു തീരുമാനമുണ്ട്. ബാക്കി എന്തെങ്കിലും ജയ്സന്റെ കൊടുക്കും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഗുമസ്തൻ 2 സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ സന്തോഷം അറിയിക്കാനാണ് ഞങ്ങളിപ്പോൾ മെയിൻലി നമ്മളോട് കൂടിയത്. ഇനി നമ്മുടെ സ്മിനു 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയിൽ എന്നെ അധികം സംസാരിപ്പിച്ചിട്ടില്ല, അതുപോലെ ഇവിടെയും എന്നെ സംസാരിപ്പിക്കാതിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. സാധാരണ ഞാൻ ചെയ്യുന്ന സിനിമകളിലെ കുറച്ച് ബഹളവും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ലൈറ്റായിട്ട് ഒരു സിനിമ. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് അവനോട്, എനിക്ക് സംസാരിക്കാനൊന്നും ഇല്ലെന്ന്. ചേച്ചി സിനിമയിൽ ചേച്ചി ത്രൂ ഔട്ട് ഉണ്ടാവും. നോക്കുമ്പോൾ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, അങ്ങോട്ട് എത്തിക്കുന്നു, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ സിനിമ വന്നപ്പോൾ ഒരുപാട് സന്തോഷം. ഒരു നല്ല സിനിമയുടെ പറ്റി ബാക്കി ഇവിടെ ചോദ്യമൊക്കെ തയ്യാറാക്കി വന്ന കുറേ വീരേന്ദ്രന്മാരുണ്ട്. ചോദിക്കേ. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ വലിയ സന്തോഷം. സിനിമയിൽ ചില ആൾക്കാർ നമുക്ക് എന്താ പറയുക, നമുക്കെപ്പോഴും നമുക്കുണ്ടെന്ന് തോന്നിപ്പിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതിലൊരു പ്രധാനിയാണ് ജെയ്സ്. അതുകൊണ്ട് തന്നെ ഒരു കഥ കേട്ടു അദ്ദേഹം ഒരു സിനിമയ്ക്കൊക്കെ ആഗ്രഹിക്കുമ്പോൾ ജെയ്സ് ഫോൺ എടുത്ത് എനിക്ക് തോന്നുന്നു ഈ കോണ്ടാക്ട്സ് എടുത്ത് വെച്ച് ആദ്യം മുതൽ അവസാനം വരെ വിളിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. ആ ഒരു വിളിയിൽ നമ്മളെല്ലാവരും ചെന്നിട്ടുണ്ടെങ്കിൽ ജെയ്സിൻ്റെ വർഷങ്ങളായിട്ടുള്ള നമ്മളെല്ലാവരോടുള്ള സ്നേഹമാണ് അത്. തീർച്ചയായിട്ടും എന്താണ് വേഷങ്ങൾ എന്ന് പോലും ചോദിക്കാതെ എത്തിയ ഒരുപാട് നടന്മാർ ഈ സിനിമയിലുണ്ട്. പക്ഷെ അവർക്കൊക്കെ ചെന്ന് പോയല്ലോ എന്ന് തോന്നിച്ചില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു വലിയ സക്സസ് ആയിട്ട് ഞാൻ കരുതുന്നത്. ഗംഭീരമായൊരു സ്ക്രീൻ പ്ലേ ഈ സിനിമയ്ക്കുണ്ടായി. എല്ലാം കൊണ്ടും നല്ലതായി വന്ന ഒരു സാഹചര്യം ഈ സിനിമയ്ക്കുണ്ടായി. അമലിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ബാങ്കിങ് അവേഴ്സ്. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഒരുപക്ഷെ ആ സിനിമ ബാങ്കിങ് അവേഴ്സ് 2014 സുമേഷ് ഇവിടെ ഉണ്ട്. സുമേഷ് നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ മീഡിയയുടെ ഏറ്റവും വലിയ ആളാണ്. സുമേഷ് അമ്പലംകൂടിയാണ് കെ മധുസാറിൻ്റെ ബാങ്കിങ് അവേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ഒരുക്കിയത്. അതിനുശേഷം എനിക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പ്രാവശ്യം പല സിനിമകൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ് അമൽ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കുറേ വർഷങ്ങൾ പോയിട്ടുണ്ടെങ്കിലും അതെ അതിൻ്റെ ഇടയിൽ അദ്ദേഹം എതിരെ എന്ന് പറയുന്നൊരു എതിരല്ലേ സിനിമയുടെ പ്രൊജക്ട് എതിരെ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ചെയ്തു. അതിപ്പോൾ റിലീസ് ചെയ്യുകയാണ്. ഒരുപാട് പ്രതിബന്ധങ്ങൾ അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ട് അദ്ദേഹത്തിന് ഹോസ്പിറ്റലാവുകയും അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടിലൊക്കെ കടന്നു പോകുമ്പോഴും അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു മിനിറ്റ് പോലും എന്താ പറയുക ആ എനർജി പോവാതെ നോക്കി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മുടെ എഫേർട്സിനാണ് ഇപ്പം ഈ മെറിറ്റ് വരുന്നത്. അപ്പം എല്ലാ ആശംസകളും നല്ലതായി വരട്ടെ. അപ്പോൾ സ്വീക്കലിൽ ബിബിൻ എന്ത് ചെയ്യും? ബിബിൻ്റെ ക്യാരക്ടർ അതാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊക്കെ എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഈ ഗുമസ്തൻ 2 അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കഥാപാത്രങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഈ റിയാസിൻ്റെ മുന്നിൽ ചെന്നിട്ട് ഞാൻ മെമ്പറാണ്, അടുത്ത പ്രാവശ്യം ഞാൻ MLA ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു കൊടുക്കുക ഓരോരുത്തരായിട്ട്. അപ്പം ബിബിനെയൊക്കെ
ഇനി എങ്ങനായിരിക്കും അവതരിക്കുക എന്നുള്ളതാണ്. മരിച്ചുപോയ രണ്ടുപേരുണ്ട് ഇതിനകത്ത്, രണ്ടുപേരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബാക്കി ഇത് പോലീസ് പറയും. ആനന്ദ് റോഷൻ പ്ലീസ്. നമസ്കാരം. നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ അറിയുന്നുണ്ടാവും, ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുതിയ മുഖം ആണ്. ചെറുതും വലുതുമായിട്ടുള്ള കുറേ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആ സിനിമ ശ്രദ്ധിക്കപ്പെടണം, അത് പ്രേക്ഷകരിലേക്ക് എത്തണം, അത് വലിയ വിജയമാവണം എന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതുവരെയുള്ള യാത്രയിൽ ഒരു സക്സസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ഒരു സിനിമ നീങ്ങുന്നത്. അത് ഗുമസ്തനായതിൽ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ സിനിമയുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞതുപോലെ തന്നെ സൗഹൃദമാണ് ഈ സിനിമയിലേക്കും എത്തിച്ചത്. അമലേട്ടനായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബന്ധമുണ്ട്. അമലേട്ടനിലേക്ക് എത്തിച്ചത് ഇതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് വഴിയാണ്. പിന്നെ അതൊരു കുടുംബം പോലെയാണ് ഈ സിനിമയുടെ സെറ്റ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതിൽ കൂടുതലും ഈ CPO അശോകൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ കൂടുതലും ഷാജു ചേട്ടൻ്റെ കൂടെയും റോണി ചേട്ടൻ്റെ കൂടെയാണ് പോർഷൻസ് ഉള്ളത്. അപ്പോൾ ഇവരെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഓഫ് സ്ക്രീനിൽ നിൽക്കുന്ന സമയത്ത് ഇവർ സീനിയേഴ്സാണ്. ഷാജു ചേട്ടനാണെങ്കിലും എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾ. റോണി ചേട്ടനാണെങ്കിലും ഞാൻ ആദ്യം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത സിനിമയിൽ ഞാൻ റോണി ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ കൂടെ നിൽക്കുമ്പോൾ ഓഫ് സ്ക്രീനിൽ നിൽക്കുന്ന സമയത്തും ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്തും അവർ സീനിയേഴ്സാണ്, ഞാൻ ജൂനിയറാണ്. സിനിമയിലെ കഥാപാത്രത്തിൽ വരുമ്പോഴും ഞാൻ ജൂനിയർ ആയിട്ടുള്ള CPO കഥാപാത്രമാണ്. SI ശിവരാമേട്ടൻ, പിന്നെ റോണിച്ചേട്ടൻ CI ആണ്. അപ്പോൾ അത് ഒരു തരത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക്. നമ്മളെ ഇവരെ മുന്നിൽ നിൽക്കുന്ന സമയത്തും അത് ക്യാമറയിൽ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വലിയ സന്തോഷമാണ്. ഗുമസ്തൻ 2 അനൗൺസ് ചെയ്യുന്നു ഈ വേദിയിൽ. ഇത്രയും വലിയ താരങ്ങളും എല്ലാവരും ഉള്ള ഒരു വേദിയിൽ ഇരിക്കാൻ കഴിയുന്നത് തന്നെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർ നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത്, അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരോടും നന്ദി പറയുന്നു. ഈ ടീമിനെ ഭാഗമാക്കിയതിന് എല്ലാവരും ആരെയും പ്രത്യേകം പറയുന്നില്ല. എനിക്കറിയാം, നിങ്ങൾ എല്ലാ ആഴ്ചയും ഒരുപാട് സിനിമകളുടെ പ്രൊമോഷൻ നടന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നതാണ്. പലതും പ്രൊമോഷന് വേണ്ടി പറയുന്നതും അല്ലാതെയും എന്തൊക്കെയാണ് സത്യങ്ങളെന്ന് മനസ്സിലാക്കുന്നതാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ അത് അറിയാം, ഓരോ ആളുകളുടെ മനസ്സിൽ എന്താണ്, മുഖത്ത് എന്താണ് എല്ലാം. പക്ഷേ ഈ സിനിമയെ പറ്റി ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയുകയാണ്. അതായത് വേറൊന്നും കൊണ്ടല്ല, എല്ലാ സിനിമകൾക്കും അതിൻ്റെതായ എഫേർട്ടുകളുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഒരു സിനിമ എന്ന് പറയുന്നത് 2 കൊല്ലത്തെ ഒരാളുടെ വിഷനാണ്. ആ പേപ്പർ എടുത്ത് എനിക്ക് തോന്നുന്ന ഒരു വെളുപ്പിനോ അല്ലെങ്കിൽ രാത്രിയോ പേപ്പർ എടുത്ത് ദൈവമേ എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങുന്ന മുതൽ ആ സിനിമയുടെ പരിപാടി തുടങ്ങുകയാണ്. അത് തുടങ്ങി അത് എഴുതി ഒരു ഡയറക്ടറെ കൺവിൻസ് ചെയ്ത് അദ്ദേഹം അത് കേട്ട് ഒരു നടന്റെ പുറകെ പോയി ഓടി നടന്ന് അയാളുടെ കുറേ കാര്യങ്ങൾ കേട്ട് പുറത്ത് നിന്ന് എന്താ പറയുക അവഗണിക്കപ്പെട്ട് പുച്ഛിക്കപ്പെട്ട് എല്ലാം പുറത്തു നിന്ന് എല്ലാ അവസാനം ഡേറ്റ് കിട്ടി നമ്മളൊരു സിനിമ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ നന്നാവാൻ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത് എപ്പോഴും. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഇത് ഈ പറയുന്ന നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതല്ല, ഈ സിനിമയ്ക്ക് ഒരു സ്പെഷ്യൽ തരണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം അത്രയും ഹൃദയത്തിൽ നിന്നുള്ള സിനിമയാണ്. നിങ്ങളാണെങ്കിൽ കണ്ടതാണ്, ഇവിടെ മിക്ക ആളുകളും കണ്ട സിനിമയാണ്. അത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞതെല്ലാം പുറത്തേക്ക് എത്തിക്കുക. ഇന്ന് പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത തന്നെ ഈ പറയുന്ന രാജ്ബി ഷെട്ടി നമ്മളുടെ പടം എടുത്തു, സമുദ്ര ട്രൂത്ത് എടുത്തു എന്നുള്ളതാവണം. അത് ഹൃദയം കൊണ്ട് തന്നെ ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. നീ മുടി സ്ട്രൈറ്റ് ചെയ്താ ഏത് ചാനലിൽ നിന്ന് അവന് വെട്ടി വെച്ചേക്കണത് ഇവിടെ ലോഗോ, ചാനലിന്റെ ലോഗോ. അതിന് നീ ചോദിക്കും, എന്റെ കോൺഫിഡൻസ് ഞാൻ കളഞ്ഞു. ഇനി ചോദിക്കും. ഇമേജ് മാറ്റിയെടുക്കുക അങ്ങനെ അത്ര വലിയ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കുഞ്ഞിൽ തൊട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നല്ല നടനാണ് എന്ന്, അല്ലെങ്കിൽ ഒരു നടനായി അറിയപ്പെടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. അതിനൊരു അവസരം ആദ്യമായിട്ട് എനിക്ക് സുഗീതാണ് തരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് നരേൻ്റെ കൂടെയാണ്.
അങ്ങനെ നമ്മളൊരു സിനിമ ജീവിതം തുടങ്ങി. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ ആളുകൾക്ക് തിരിച്ചറിയപ്പെടുന്ന ഒരു കഥാപാത്രം ചെയ്യണം എന്നുള്ളത്. ചെറുതാണെങ്കിലും ഇപ്പോൾ ലൂസിഫറിലാണെങ്കിലും ഷൈലോക്കിലാണെങ്കിലും അല്ലെങ്കിൽ 2018 5-ാം പാതിൽ ഒരുപാട് ശ്രദ്ധിക്കുന്ന കഥാപാത്രങ്ങൾ ദൈവം സഹായിച്ചെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഒരു ത്രൂ ഔട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പടം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഓർത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം ചെയ്യണം എന്നുള്ളത് ഏത് നടൻ്റെയും ഒരാഗ്രഹമായിരിക്കും. അതുപോലെ എൻ്റെയും വലിയ ആഗ്രഹമായിരുന്നു. ആഗ്രഹിച്ച പോലത്തെ ഒരു കഥ കിട്ടിയപ്പോൾ അതെങ്ങനെയെങ്കിലും ദൈവമേ നടത്തി തരണേ എന്ന ആഗ്രഹത്തോടെ അതിനുവേണ്ടി കഠിനമായി ശ്രമിച്ചു. എല്ലാവരും എൻ്റെ കൂടെ നിന്നതുകൊണ്ട് ഇങ്ങനൊരു സിനിമ ഉണ്ടായി. അതാണ് അത്രയേ ഉള്ളൂ. ഒരു കാര്യം പറയണതേ, സത്യം പറഞ്ഞാൽ ജെയ്സ് ഇപ്പോൾ ആദ്യമായിട്ടൊരു കഥ കേട്ടിട്ട് ജെയ്സ് ആദ്യമായിട്ട് ഒരു പ്രൊഡക്ഷൻ സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയത് നിങ്ങൾ അങ്ങനെയാണ് നമുക്കത് മനസ്സിലാവും. ജെയ്സിന് അറിയാവുന്നൊരു കാര്യം പറയട്ടെ, ജെയ്സ് ആദ്യമായിട്ടാണ് ജെയ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ജെയ്സ് എഫേർട്സ് എടുത്തുണ്ടാക്കിയ അമ്മാരി പ്രൊജക്ട്സ് മലയാളത്തിലുണ്ട്. അത് നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് തോന്നുന്നു ജെയ്സ് സ്വന്തമായിട്ടൊരു കാര്യം നോക്കിയത്. അത്ര മാത്രമേ ഉള്ളൂ. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് വേറൊരു കാര്യം, അമൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നമ്മൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഈ സിനിമയുടെ 1-2 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ജെയ്സ് അല്ലെങ്കിൽ ജെയ്സിനെ മാറ്റിയിട്ട് മറ്റു പല കാര്യങ്ങളാണ് ഇതിലും പെട്ടെന്ന് ഈ പ്രൊജക്റ്റ് നടക്കാവുന്ന സിറ്റുവേഷനിൽ ഈ പ്രൊജക്റ്റ് പോയിട്ടുണ്ട്. പക്ഷേ ഇവരവിടെ ഭയങ്കരമായിട്ടൊരു സ്റ്റാൻഡുണ്ട്. ഈ സിനിമ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നുള്ളൂ, ചെയ്യുവാണെങ്കിൽ ഈ ക്യാരക്ടർ ജെയ്സ് ചെയ്യും. അതിന് അവർക്കൊരു കൈയടി ഇട്ടിട്ടാണ് കമലിനും. അപ്പം അതുകൊണ്ട് ജെയ്സ് ഒരുപാട് എഫേർട്സ് ഉണ്ട്. അത് മറ്റു പലരും പിന്നൊക്കെ മാറിപ്പോയതാണ്. അതവിടെ നിൽക്കട്ടെ, ഇനിയിപ്പോൾ അത് പറയണ്ട. അല്ലെങ്കിൽ ഒരു മുൻനിര നായകന്മാരില്ലാത്തതുകൊണ്ട് ഈ പടത്തിൽ ഇപ്പൊ കയറുന്ന ആളുകൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു തള്ളിക്കയറ്റം ഉണ്ടാവാതെ പോയത് അതുകൊണ്ട് ആണെന്ന് തോന്നുന്നു. ഏത് ജനങ്ങൾ വരാൻ ലേറ്റ് ആയി? അല്ല, അതിപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ. ഇപ്പം നമ്മളൊരു സിനിമ കാണാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ ആദ്യം നമ്മൾ നോക്കുക ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആരാണ് സംവിധായകൻ, ഏത് നടൻ എന്നൊക്കെ നോക്കിയിട്ട് തന്നെ. അത് ഞാനാണെങ്കിലും അത് തന്നെ ചെയ്യും, നമ്മളെല്ലാവരാണ്. അപ്പോൾ അത് ആരുടെയും കുഴപ്പമല്ല. ആളുകൾക്ക് സിനിമ തിരിച്ചറിയുന്ന ദിവസം അവർ എത്തി തുടങ്ങി. അതാണ് അതിൻ്റെ സത്യം. പക്ഷെ അങ്ങനെ പറയുന്നത് ഭയങ്കര നന്ദികേടായിരിക്കും കേട്ടോ. കാരണം ഇവിടുത്തെ പ്രേക്ഷകരോടുള്ള നന്ദികേടാണ്. കാരണം എന്നിട്ട് പോലും നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ആളുകൾ ഉള്ള തിയേറ്ററിൽ നന്നായി വരുന്നു. ഇന്ന് ഓറഞ്ച് കത്തി എന്ന് പറയുന്നത് ചില്ലറക്കാരിയല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നന്ദി മാത്രമേ പ്രേക്ഷകരോടുള്ളൂ. തീർച്ചയായിട്ടും അല്ല, അത്രയേ ഉള്ളൂ, നന്ദി മാത്രമേ ഉള്ളൂ. കാരണം ഒരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു താരമല്ലാഞ്ഞിട്ട് പോലും, അല്ലെങ്കിൽ പിന്നെ ഇവരെ പോലെ ഇത്രയും ആളുകൾ ഉള്ളതിൻ്റെ ഒരു പ്ലസ്സിലും ആണ് അത് തുടങ്ങി. പക്ഷേ എല്ലാ ജനങ്ങളും അത് ഏറ്റെടുത്തപ്പോൾ ഇന്ന് പല തിയേറ്ററിലും ഹൗസ്ഫുള്ളാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ അത് ഇത് പറയുന്നതല്ലാണ്ട് സന്തോഷം കൊണ്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ടിക്കറ്റ് കിട്ടാനില്ല, അടുത്ത സൈഡ് ഷോയ്ക്കാണെങ്കിലും ഫ്രണ്ടിലിരിക്കണമെന്ന് പറഞ്ഞ മെസ്സേജ് ഇപ്പോൾ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമായി പോയി. കാരണം ഇതൊക്കെ ജനങ്ങൾ തരുന്ന സപ്പോർട്ടല്ലേ. എല്ലാം നന്ദി മാത്രം. ഇപ്പോഴും ബിബിൻ പറഞ്ഞു പോലെ അത്രയേ ഉള്ളൂ. ഇല്ല, അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏതെങ്കിലും നല്ല നടന്മാരുമായിട്ട് എന്നെ പറഞ്ഞു തോന്നണത് അതൊരു അംഗീകാരമായിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ലല്ല, അതൊക്കെ അതൊരു അംഗീകാരമല്ലേ. അത് അത്രയേ ഉള്ളൂ. എനിക്കതൊക്കെ അംഗീകാരമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. വലിയ സന്തോഷമുള്ള കാര്യമാണത്. താങ്ക് യു. അത് ഇല്ല, പേടിയില്ല. കാരണം എൻ്റെ കൂടെ ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല. അത് അഭിനയിക്കുമ്പോഴും എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ പിന്നിലും മുന്നിലും നിൽക്കുന്ന ആളുകൾ വളരെ ശക്തരാണ്. അതുകൊണ്ട് എനിക്കൊരു ഭയവുമില്ല. പിന്നെ ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ആ ത്രെഡ് അത്രയും മനോഹരമാണ്. കാരണം അത് അത് കിട്ടും. അത് അത്രയും നല്ല സംഭവമാണ്. അതിൻ്റെ ധൈര്യം തന്നെയുള്ളൂ. എടാ, ആ മുടിയൊട്ടിയ കട പറഞ്ഞേ, എന്നിട്ട് ബാക്കി ഒരു കട. ഓക്കെ എന്തോ ആ
ഇല്ലടാ, ഞാൻ എപ്പോഴും ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന പോലെ ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡുള്ള ആളാണ്. എന്നെ പോലെ ഒരു ഭാഗ്യമുള്ള ഒരാൾ ലോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തന്നേക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം തന്നതും പ്രേക്ഷകർ തന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും വളരെ സന്തോഷത്തോടുള്ള കാര്യം. ഈ പടത്തില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലിരുന്നിട്ടാണ് എന്നോട് ജയ്സേട്ടൻ പറഞ്ഞത്, ബിബിന് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അത് ഹീറോ അല്ല, ആദ്യത പറഞ്ഞടാ, ഹീറോ അല്ല, ഹീറോ മെയിൻ കഥാപാത്രം ഞാനാണ് ചെയ്യുന്നത്, നിനക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ജെയ്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ കഠിന പ്രയത്നത്തിന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് റിയാസൊക്കെ വന്നിട്ട് എന്നോട് കഥ പറയുന്നത്. ഞാൻ കഥ ഫുള്ള് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിയിട്ട് ഞാൻ പറഞ്ഞത്, ചേട്ടാ ഇങ്ങനെ തന്നെ എടുത്തു വെച്ചാൽ പടം ഹിറ്റാണെന്നാണ്. ഇങ്ങനെ തന്നെ ഈ കഥ കേട്ട പോലെ തന്നെ കേട്ട, പക്ഷെ അതിലും മനോഹരമായിട്ടാണ് അമലേട്ടൻ ഈ പടം ചെയ്തത്. എനിക്ക് ഞാൻ നീ പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനി അങ്ങോട്ട് എങ്ങനെയാണ് എനിക്ക് ഇപ്പൊ ഇവിടെ വന്ന് ഇരിക്കാൻ സാധിച്ചാൽ നന്ദിയുണ്ട്. നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഈ ചിരിച്ച മുഖത്തോട് നിങ്ങൾ നിൽക്കുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡുള്ള കാര്യമാണ്. ആ ആ ആ ആ അതെ അതെ ഓക്കെ. ഇല്ല, ഇപ്പൊ ബാഡ് ബോയ്സിന്റെ കേസാണെങ്കിൽ പോലും നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു 7 തിയേറ്ററിൽ ഇപ്പോഴും ഓടുന്നുണ്ട്, 3rd വീക്കായി. അതിന് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക, അതിലെ കഥാപാത്രങ്ങൾ കണ്ടിട്ട് നമ്മളെ വിളിച്ചിട്ട് എല്ലാവരും നല്ലതാണെന്ന് പറയുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വേറൊരു പടം അവിടെ കിടക്കുമ്പോൾ തന്നെ അടുത്ത പടം വരിക എന്ന് പറയുന്നതിൽ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ബുക്ക് മൈ ഷോയിലെ ഇന്നാലും ഇന്നലെയായാലും ബുക്ക് മൈ ഷോ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഓറഞ്ച് കാണിക്കുന്നുണ്ട്, പക്ഷെ തിയേറ്ററുകളുടെ എണ്ണം കുറവാണ്. അതെന്തുകൊണ്ടാണ്? അത് അത്രയും പടങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്, അറിയാലോ. നമ്മൾ ഓൾറെഡി ഉള്ള സിനിമകൾ വളരെ സക്സസ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാണ്ട് നമുക്ക് 8 സിനിമയോളം വേറെ ഈ ആഴ്ച ഇറങ്ങുകയും റിലീസാവുകയും ചെയ്തു. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ ഉള്ള സ്പേസ് എല്ലാവരും പിന്നെ അതും അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞൊരു പോയിന്റും കൂടി ഉണ്ട് അതിൽ. അതായത് ഈ പറഞ്ഞ പോലെ അത്രയും 2 പടങ്ങൾ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം 8 പടങ്ങളുടെ ഒപ്പം നമുക്ക് തിയേറ്റർ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഉള്ള ഷോസാണ് ഞാൻ പറഞ്ഞത്. അത് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മുതൽ എല്ലാ ഷോകളും കൂടിയിട്ടുണ്ട്. ആശീർവാദിൽ തിയേറ്ററിൽ കൂടിയിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് കൂടിയിട്ടുണ്ട്, ഇനി ഈ ആഴ്ച ഇനിയും കൂടും. ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. പക്ഷേ അതൊരു സിനിമ ഇറങ്ങി അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോമിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല റിവ്യൂസ് ആ സമയത്തേക്ക് വരുന്ന സമയത്ത് ബിസിനസ്സുകൾ നടക്കാറുണ്ട്. എല്ലാം കഴിഞ്ഞ് തട്ടി പിന്നീട് അതിന് ബിസിനസ്സിന്റെ ഓപ്ഷൻ പോലും വരുന്നത്. ചേട്ടൻ മുമ്പ് പറയാൻ തോന്നിയെന്ന് ഞാൻ ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു കഥ ഒരുപാട് കാശ് മുടക്കി, ഒരുപാട് കോടികൾ നോക്കി, ഒരുപാട് കോടികൾ മുടക്കി ഇറക്കുന്ന സിനിമകൾ പോലും നല്ല റെസ്പോൺസ് അല്ല, അല്ലെങ്കിൽ ഇച്ചിരി മേക്കിംഗ് ഉണ്ടാകാൻ, നല്ല കണ്ടന്റ് ഉണ്ടാകുമായിരുന്നു എന്ന് പലപ്പോഴും നമുക്ക് ചർച്ചകൾ വരാറുണ്ട്. ഗുമസ്തം പോലെ അല്ലെങ്കിൽ പഴഞ്ഞ പ്രണയം പോലെ ചിത്രങ്ങൾ വരുമ്പോൾ ഒരു മാർക്കറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞപ്പോൾ അബ്ദു ഇപ്പം ഈ പടത്തിൽ നിന്ന പോലെ എല്ലാ പ്രൊഡ്യൂസർമാരും ഇപ്പം എല്ലാ കുഞ്ഞു പടങ്ങളോടൊപ്പം നിൽക്കണമെന്നില്ല. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഈ വ്യാഴാഴ്ച വൈകുന്നേരം വരെയാണ് ഗുമസ്തൻ്റെ ശരിക്കും ആവശ്യം. ഇപ്പം ഇന്ന് മുതൽ അത് ഓറഞ്ച് കത്തി തുടങ്ങിയില്ലെങ്കിൽ, ഇന്നലെ മുതൽ ഓറഞ്ച് കത്തി തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ വ്യാഴാഴ്ചത്തോടുകൂടി അതങ്ങ് എരിഞ്ഞടങ്ങും. അതാണ് എൻ്റെ സത്യാവസ്ഥ. ഇപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് പോകാനുള്ള ബ്രീത്തിങ് സ്പേസ് ഉണ്ടാകുന്നത് ഈ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള നമ്മുടെ തിയേറ്ററിലെ റിപ്പോർട്ട് വെച്ചാൽ അല്ലെങ്കിൽ ഹോൾഡ് ഓവർ ആയി പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലോട്ട് കയറുള്ളൂ. അപ്പോൾ പഴഞ്ച ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് സെക്കൻഡ് വീക്കിൽ കയറി അങ്ങോട്ട് പിന്നെ അവിടുന്ന് സെൻറ്റൻസ് കുറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ആഴ്ച തമിഴ് പടമുണ്ട്, തെലുങ്ക് പടമുണ്ട്, മലയാള പടങ്ങളുണ്ട്, ഇതിനിടയിൽ നിൽക്കണ്ടേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വൈകുന്നേരമുള്ള ഷോയ്ക്ക് ആൾ കാരണം നമുക്ക് പലയിടത്തും സെക്കൻഡ് ഷോസ് ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് ഷോസ് ആഡ് ചെയ്ത് തുടങ്ങി. ചെറിയ പടങ്ങൾക്ക് എപ്പോഴും അതിൻ്റെ പരിമിതമായ സ്പേസ് കിട്ടുള്ളൂ. പിന്നെ തിയേറ്റേഴ്സ് പണ്ടത്തെ പോലെ അവരും കൂടുതൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മളത് പറഞ്ഞാൽ മാത്രമല്ല, അവരെ സംബന്ധിച്ചോളം അവരെപ്പോഴും ഒരു പടം എത്ര ഇപ്പം എൻ്റെ അടുത്ത് പഴഞ്ച പ്രണയം ഇവിടുത്തെ എക്സിബിറ്ററിൽ ഒരാൾ വിളിച്ച് പറഞ്ഞാണ്, അല്ലെന്നുണ്ടെങ്കിൽ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നല്ല പടം കേട്ടോ പ്രൊമോട്ട് ചെയ്യണം. പക്ഷെ പ്രൊമോട്ട് ചെയ്താൽ നമുക്കൊരു പരിധി ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ ഈ ഒരു പരിമിതിയുണ്ട്, സത്യം തന്നെയാണ്. താരവാലി ആണോ സ്റ്റാർ വാലി ആണോ? രണ്ടും. ഓക്കെ ഓക്കെ. അല്ല ഞാൻ അല്ലല്ല
എനിക്കിപ്പോൾ സ്റ്റാർ പോലുള്ള ഒരാളായിട്ട് ഞാൻ എന്നെ പരിഗണിക്കുന്നില്ല. നല്ല സിനിമകളുടെ ഭാഗം മാത്രമേ നോക്കുന്നുള്ളൂ. പഴഞ്ചപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. ഇപ്പം അമലിൻ്റെ സിനിമയാണെങ്കിലും ഗുമസ്റ്റിന് വളരെ പ്രിയപ്പെട്ട സിനിമയാണ്. നമ്മൾ കൂടുതലും ഞാൻ നവാഗതരൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്ത് നമുക്ക് പേര് കിട്ടിയിട്ടുള്ളത്. മത്സരിക്കാൻ താര വാല്യൂ വേണ്ടല്ലോടാ. ഞങ്ങൾ ദേവര NTR ഒക്കെ ആയിട്ടാണ് മത്സരിച്ച് തുടങ്ങിയത്. ഈ ഗുമസ്റ്റിന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് കോളേജിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ ഒരു പ്രിൻസിപ്പളായിട്ട് ഒരു മോശം അനുഭവം നേരിട്ടുണ്ട്. അത് ചോദിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം വന്നിരുന്നു. എന്താണെന്ന് വിശദീകരിക്കാം? സത്യം പറഞ്ഞാൽ അത് വിശദീകരിക്കാഞ്ഞത് തന്നെയാണ്. കാരണം അത് എപ്പോഴും ഇവിടെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളത് എന്താണ്, എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വരും, നമ്മളത് അതിനെപ്പറ്റി പറയും. കുറേ ആളുകൾ ആ പുള്ളിയുടെ വീട്ടുകാരടക്കം തെറി പറയും, കുറേ ഇത് പറയും. പിന്നെ അതിൻ്റെ പുറകിൽ വേറെ 2 അഭിപ്രായങ്ങൾ വരും. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ എടുക്കാനായിരുന്നെങ്കിൽ ഗുമസ്തന് അധികം വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. സത്യസന്ധമായിട്ട് വിഷമം ഉണ്ടായ സംഭവം തന്നെയാണ്. പക്ഷേ അത് റിവീൽ ചെയ്യാനും അദ്ദേഹത്തിന് അങ്ങനെ ആക്കണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറയുന്നില്ല. അതൊരു ചെറിയൊരു ഇൻസിഡൻ്റ് ആയിട്ട് ഞങ്ങളത് വിട്ട് കളയുന്നു. അങ്ങനെയാണ്. പക്ഷെ അതൊന്നും ചിലതൊന്നും തിരുത്താൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. നമ്മളത് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. സത്യമായിട്ട് വേദനിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച്, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്ന വിഷമിച്ചാണ്. പക്ഷെ അത് ഒരാളിലേക്ക് വരുമ്പോൾ അയാളുടെ ഫാമിലിയും അയാളുടെ മക്കളും എല്ലാം വരുന്നതാണ്. നമ്മൾ ഇങ്ങനെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് കുറേ ചീത്തയാളെ മേടിച്ചു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് അത് വലിയ കത്തിക്കാൻ കേട്ടോ. എന്നെ ഒരുപാട് ചാനലിൽ നിന്ന് വിളിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ഞങ്ങൾ മനഃപൂർവ്വം കത്തിക്കാഞ്ഞാണ്. അത് ഞങ്ങൾക്ക് നല്ലതായിട്ടേ വരുള്ളൂ. കാരണം എന്തിനാണ് എനിക്ക് മനസ്സിലായി, ഇനി വരാൻ പോകുന്ന കലാകാരന്മാരെ അല്ലേ, അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. അതെ 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 പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ടാവണം. കാരണം കുട്ടികൾ തന്നെ തിരുത്തി തോന്നുന്നു. സത്യമായിട്ട് അത് വഷളാക്കണ്ടതാണ്, അതുകൊണ്ട് പറയേണ്ടത് തന്നെ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ അന്നേ അത് കുത്തിപ്പൊക്കിയാനെ ഈസി ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ പടം എല്ലാവരും അന്ന് ഒരുപാട് പേര് പറയാൻ ശ്രമിച്ചതാണ്. അപ്പൊ തന്നെയാണ് തീരുമാനം എടുത്തത്, അത് പുറത്ത് വിടണ്ട. കാരണം ഞാൻ എല്ലാ സിനിമകൾക്കും ഞാൻ കോളേജ് പ്രൊമോഷൻ പോകണം. എത്രയോ കോളേജുകളിൽ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പക്ഷെ അത് അതിൻ്റെ കഴിഞ്ഞു. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടോ എന്ന് എനിക്ക് ഒരു സംശയം. സത്യം പറഞ്ഞത് ആദ്യം പറയുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഫിലിം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് പകുതി കഴിഞ്ഞപ്പോഴാണ് ജയ്സ് പറയുന്നത് സംഭവം നന്നായി വന്നിട്ടുണ്ടെന്നൊരു സാധ്യത. അപ്പം ശരി 2 ഷോട്ടിൽ ഒരാളെ കൊണ്ടുവന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിച്ചില്ലേ. അപ്പോൾ അല്ല നമുക്ക് ആദ്യം നമ്മൾ അങ്ങനെ ഒരു അത് ശരി ആദ്യമേ സിക്വൽ ആയിട്ട് നമ്മൾ പടം തുടങ്ങാൻ പറ്റുക. നമ്മൾ അതാ ഞാൻ പറഞ്ഞത്, സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് പകുതി കഴിഞ്ഞപ്പോൾ ജയ്സ് ഇതൊന്ന് ഹിന്ദി ചെയ്തു. പക്ഷെ പടം റിലീസ് ചെയ്തതിന് ശേഷം തീരുമാനിക്കാം യെസ് ഓർ നോ എന്നുള്ളത്. പടം കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പടം കണ്ട് പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് പറഞ്ഞു സെക്കൻഡ് പാർട്ട് വേണം എന്നല്ല. കുറച്ച് മീഡിയക്കാർ വന്നപ്പോൾ അവരെന്നെ വന്ന് പറഞ്ഞു. അത് ക്വൈറ്റ് സർപ്രൈസിങ് ആയിരുന്നു. നമ്മളൊരു ഹിന്റ് പടം കാണുന്നവർക്കറിയാം ദർ ഇസ് എ പോസിബിലിറ്റി. പക്ഷെ അങ്ങനെ പലവരും പറഞ്ഞു. ഇതിനു മുമ്പ് എൻ്റെ പടം കണ്ടവരും പറഞ്ഞു, ചോദ്യം ചോദിച്ചിരുന്നു സെക്കൻഡ് പാർട്ട് ഉണ്ടോ. അപ്പോൾ ഞാൻ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ല, നമ്മൾ ഈ തിയേറ്ററിൽ അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ വന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷോപ്പ് ഇതിലൊക്കെ ഇപ്പോൾ എല്ലാവരും അത്രയും സന്തോഷത്തിലാണ്. നമ്മൾ ഫാമിലി എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ച കാര്യം സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് കൂടി തന്നെയാണ് നമ്മൾ അതിൻ്റെ ഉത്തരം കൊടുക്കാൻ തീരുമാനിച്ചത്. കുറേ നേരമായിട്ട് ഞാൻ നോക്കും, 2 പേരുടെ പ്ലാൻ ചെയ്യും. എന്നിട്ട് ഏറുകൊണ്ടിട്ട് എന്നെ നോക്കുന്നു, ചിരിക്കുന്നു, ഞാൻ നോക്കുന്നു. കുറെ നേരം ചോദ്യം എന്നാന്ന് തുടങ്ങി കേട്ടാൽ മതി. ചോദിക്കും ബാക്കി ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കൊല്ലുവോ? അതോ എന്നാ സിനിമ കണ്ടോ?
കാണണം. നീ എന്നിട്ട് നിനക്ക് എന്നിട്ട് ഉത്തരം തരാം. അടുത്ത മൈക്ക് കൈമാറി. എന്റെ കാര്യമാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്, മനസ്സിലായോ? ഓരോ ആഴ്ചയും സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. എടാ മോനെ, ഫസ്റ്റ് പാർട്ട് കാണാം, എന്നിട്ട് സെക്കൻഡ് പാർട്ടിനെ പറ്റി ചോദിക്കും കേട്ടോ. കണ്ടിട്ട് നമ്മൾ പറയാം. അടുത്ത ഇന്റർവ്യൂവിന് ഞാൻ ഇതിന് ഉത്തരം തരാം. ഓക്കെ? ഓ, ഞാൻ ജയിച്ചു. ഓ, എനിക്ക് വയ്യ. താങ്ക് യു. ഇതിനു മുമ്പ് നന്നായിട്ട് അഭിനയിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? പറയടാ. ഓ, ഒരു എഴുത്തുകാരന്റെ ദീനരോധനം. എന്താ പറയാ? കൈയടിക്ക്. ഒരിക്കലും ഇല്ല. അതോ ഏതാ? അതാ അമ്മല് പിടിച്ച് കയറ്റി നിർത്തിയത് എന്റെ പൊന്നുമോനെ. ഞാൻ എൻ്റെ അച്ഛനോ അമ്മയോ ആരും സിനിമയിലില്ല. ഞങ്ങളുടെ കുടുംബത്ത് ആരും അഭിനയം ഇതൊന്നുമില്ല. ഞാൻ എത്തിയില്ലേ, ഇതൊരു ഭാഗ്യമാണ്. എന്തോ എല്ലാരും എൻ്റെ ഇങ്ങോട്ടല്ലേ? അതേടാ, ഒറ്റയ്ക്ക് ആർക്കും വഴി വെട്ടാൻ പറ്റാ. സൈഡിലാണ് ചേച്ചി അതിന്റെ കൂടെയുള്ളതെല്ലാം കൂടി ചേർത്ത് പറയും കേട്ടോ. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നു. എന്നിട്ട് വേണം ക്യാപ്ഷൻ ഇടാൻ. അടുത്ത ചോദ്യം മക്കളെ, വേറെ ചോദ്യങ്ങൾ. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇന്റർവ്യൂവിന് വരുമ്പോൾ അല്ല ഞങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പം അതിന് കേക്ക് അതിന് അല്ല, ഒരു മൊത്തം കേൾക്കണം, ഇടയ്ക്ക് കയറി കേൾക്കല്ലേ. ഒരു കാര്യത്തിന് വരുമ്പം നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും പഠിച്ചിട്ടും ചോദിക്കുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം തരാം. ഇത് അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് അതിന്റെ മുക്കും മൂലയും പിടിച്ച് ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്ത് വരാതിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ ആ നിങ്ങളുടെ ജോലിയോട് നിങ്ങളും ഒരു നീതി പുലർത്തുക. ഓക്കെ? ക്യാപ്ഷൻ ഇട്ട് റീച്ച് കൂട്ടാൻ മാത്രം ശ്രമിക്കാതിരിക്കുക. എല്ലാവർക്കും ആവേശമായല്ലോ. ചോദിക്കട്ടെ, പോരട്ടെ. പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അല്ല, അതായത് ശരിക്കും പറയാൻ കഴിവുള്ള ഒത്തിരി പേര് പുറത്തുണ്ട്. ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ചിലപ്പോൾ സിനിമയിൽ ആഗ്രഹിക്കുന്ന സ്ക്രിപ്റ്റ് ആക്ഷൻ സെൻസിൽ ഒത്തിരി ആൾക്കാരുണ്ടാവും. ഒരു പ്രൊജക്ട് റെഡി ആവുന്നതൊക്കെ അതിനുവേണ്ടി ട്രൈ ചെയ്യാന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾക്കൊരു പ്രൊജക്ട് സെറ്റ് ചെയ്യാൻ പറ്റി. ഒരു പ്രൊജക്ട് വർക്കൗട്ടായി ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. എല്ലാവർക്കും ഒരു വെള്ളിയാഴ്ച വരും. അവർക്കൊരു വെള്ളിയാഴ്ച ഞങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ആൾക്കാർക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട് മലയാള സിനിമ. താങ്ക് യു. പുതിയ ആൾക്കാരെ കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയാൻ, അപ്പം ഇങ്ങനെ ഒരു സിനിമ വന്ന് നല്ലൊരു ഒപ്പീനിയനോടുകൂടി സിനിമ ഓടുമ്പോൾ പ്രത്യേകിച്ച് ഈ സിനിമയ്ക്കുള്ളൊരു പ്രസക്തി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ച പുതിയ പുതുമുഖങ്ങൾ വരുമ്പോഴാണ്. അത് ആർട്ടിസ്റ്റുമാരാവാം, ടെക്നീഷ്യൻസ് ആവാം, ആരും ആവാം. ഈ സിനിമയിലൂടെ പുതിയൊരു പ്രൊഡ്യൂസർ വരുന്നു, റെക്കോർഡിങ് ചെയ്ത ആൾ വരുന്നു, പുതിയ റൈറ്റർ വരുന്നു, എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ വേണ്ടി ഒരു ഡയറക്ടർ വരുന്നു. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമ മലയാള സിനിമയ്ക്ക് നൽകാൻ പോകുന്ന ഒരു പോയിന്റ്. അതാണ് ലൈക്ക് ന്യൂ കമേഴ്സ് ആർ കമ്മിങ് ആൻഡ് അതെപ്പോഴും ഇൻഡസ്ട്രിക്ക് വളരെ ഹെൽത്തിയാണ്. സോ ദാറ്റ് ഈസ് ഗുമസ്തൻ വിൽ ബി എ ലോഞ്ച് ഫോർ ലോട്ട് ഓഫ് ന്യൂ പീപ്പിൾ. അതൊരു നല്ല കാര്യമാണ്. ചിത്രീകരണം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് അതെ, കൈദി 2 അത് ഏത് മാസമാണെന്ന് അറിയില്ല. കാരണം കൂലിയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വേണം അത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂലി കഴിഞ്ഞിട്ടേ റിവീൽ ചെയ്യുന്നുണ്ടാവും. ഷോർട്ട് ഫിലിം എല്ലാം റെഡിയാണ്. അതിൻ്റെ റിലീസ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഷോർട്ട് ഫിലിം റെഡി ആയിട്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇനിയുണ്ടോ? ചോദിച്ചു.
അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. എൻ്റെ ഉള്ളിലെ ക്രിമിനലിസം മുഴുവൻ ഞാൻ പേപ്പറിലേക്ക് പകർത്തി എന്നുള്ളതാണ്. ഈ ചിരിച്ച മൂന്ന് മാത്രമേ ഉള്ളൂ.